ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് അമ്മ ഉണ്ടാക്കുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മാങ്ങാ പെരുക്ക് അല്ലെങ്കിൽ മാങ്ങാ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു പച്ചടി അല്ലെങ്കിൽ പെരുക്കാണത്. അപ്പോൾ ഇത് കഞ്ഞിക്കൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യണേ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അമ്മ ഉണ്ടാക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് കാണിക്കുകയാണ് കേട്ടോ അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള മാങ്ങ എടുക്കുക. ഞാനിപ്പോൾ എടുത്തത് ഗോമാങ്ങയാണ്. ഗോമാങ്ങ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് സ്പെഷ്യൽ ടേസ്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് മാങ്ങ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചാൽ ആ മാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കാം. മൂവാണ്ടൻ മാങ്ങ ഏത് മാങ്ങ വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെനച്ച മാങ്ങ എടുക്കണം. അതാണ് വല്ലാതെ ഇങ്ങനെ പുളിയില്ല, പിന്നെ ഇങ്ങനെ അധികം മൂക്കാത്ത മാങ്ങ എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. നല്ല ചെനച്ച മാങ്ങ, ഉള്ളിൽ കണ്ടില്ല നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറായിട്ട് വരുന്ന ആ ഒരു പരുവത്തിലുള്ള മാങ്ങ എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ കൊത്തിയിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നാളികേരമാണ് വേണ്ടത്. നാളികേരം ഇതാ ഇതിൽ കാണിക്കുന്ന അത്രയും ഒരു പിടിയും പിന്നെ കുറച്ചും കൂടി കേട്ടോ. അപ്പോൾ ഇത്രയും നാളികേരം ആണ് ഇതിലേക്ക് വേണ്ടത്. ഒരു വലിയ പിടിയും പിന്നെ കുറച്ചും കൂടി. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കടുകാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉണക്കമുളകാണ്, ചുവന്ന മുളക്. ഒരു 4-5 എടുക്കാം, എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ. അതൊന്ന് ചുട്ടിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ചുട്ടതിനായിരിക്കും ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് മിക്സിയിലാണ് എളുപ്പത്തിൽ അരച്ച് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നാളികേരും ചുവന്ന മുളകും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ കടുക് ചേർക്കുക. കടുക് ചേർക്കുമ്പോൾ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ അരക്കരുത് കേട്ടോ. നല്ല രീതിയിൽ ചതച്ചെടുത്താൽ മതി. അതിൻ്റെ കൂടെ 1-2 മാങ്ങ കഷ്ണങ്ങൾ പെട്ടിട്ടുണ്ട്, അതൊന്നും സാരമില്ല. കടുക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതിൻ്റെ ശേഷം, അതായത് കടുക് ഇങ്ങനെ ഫൈൻ പേസ്റ്റ് ആവരുത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ശേഷം ഏറ്റവും അവസാനം മാങ്ങ ചേർക്കുക. മാങ്ങ ചേർത്തതിൻ്റെ ശേഷം ഒന്ന് പൾസ് ചെയ്താൽ മതി. മാങ്ങ അങ്ങനെ വല്ലാതെ അരയാൻ പാടില്ല. മാങ്ങ വല്ലാതെ അരഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടില്ല. മാങ്ങ അങ്ങനെ ഇതിലിട്ടിട്ട് ഒന്ന് ചതച്ച ഒരു ഇതുപോലെ വരണം, നന്നായിട്ടൊന്ന് ചതഞ്ഞ പോലെ കേട്ടോ. കണ്ടില്ലേ, മാങ്ങയുടെ ചെറിയ കഷ്ണങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടായിരിക്കും. ആ ഒരു പരുവത്തിൽ വേണം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അധികം അങ്ങനെ പുളിയില്ലാത്ത തൈര് അല്ലെങ്കിൽ മോര് ചേർക്കുക കേട്ടോ. തികച്ചും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ തൈര് അല്ലെങ്കിൽ മോര് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഒരു പച്ചടിയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അവസാനം 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ മാങ്ങാ പെരുക്ക് അല്ലെങ്കിൽ മാങ്ങാ പച്ചടി കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്